Hi students. Okay, we have emphasized that the point of view of classical thermodynamics. Okay, the classical thermodynamics is entirely macroscopic in nature. Okay, that means നമ്മൾ അതിൽ എടുക്കുന്ന പാരാമീറ്റേഴ്സ് തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള പ്രഷർ ആണെങ്കിൽ വോളിയം ആണെങ്കിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒക്കെ ഇതൊക്കെ മാക്രോസ്കോപ്പിക് നേച്ചറാണ്. അല്ലെങ്കിൽ നമുക്ക് ഹ്യൂമൻ സെൻസറി ഉപയോഗിച്ചിട്ട് നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, ഇനി അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉള്ള ആ ഒരു പാരാമീറ്റേഴ്സ് നമുക്ക് ഏതെങ്കിലും ഒരു ഡിവൈസ് വെച്ചിട്ട് സിമ്പിളായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുക നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എടുക്കുകയാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡി ബാർ ക്യൂ ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു. ഇവിടെ ഡി ബാർ ക്യൂ ഈസ് എ പാത്ത് ഫംഗ്ഷൻ ആൻഡ് ഡി ബാർ ഡബ്ല്യു ഓൾസോ പാത്ത് ഫംഗ്ഷൻ ആൻഡ് ഡി യു ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലേ. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഡെഡ്യൂസ് ചെയ്തെടുത്തതാണ് സി വി ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതുപോലെ തന്നെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വോളിയം ക്യു വി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി ഐ ടു ടി എഫ് സി വി ഡി ടി അല്ലേ. ഇവിടെ ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കുള്ള വിഷയം എന്ന് പറയുന്നത് ഈവൺ ഇഫ് യു ആർ കൺസിഡറിങ് യുവർ ഇൻറ്റേർണൽ എനർജി ഓർ സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ, അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് നമുക്ക് മാക്രോസ്കോപ്പിക്കലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓർ യു ക്യാൻ സേ ദ പെർട്ടിക്കുലർ സിസ്റ്റം അണ്ടർ കൺസിഡറേഷൻ അതിൽ നമ്മൾ എടുക്കുന്ന ഈ ഒരു സ്പെസിഫിക് ഹീറ്റ് ആണെങ്കിൽ അത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചറാണ്. ഓക്കെ, ബട്ട് നത്തിങ് ഈസ് സേയിങ് ഇൻ ദ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് about the or the information concerning the internal energy or specific heat. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു മാക്രോസ്കോപ്പിക്കലി പിക്ചറിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റത്തെ പറ്റി സ്റ്റഡി ചെയ്യാൻ നമുക്ക് വേണ്ട അതിലുള്ള ഇൻറ്റേർണൽ എനർജിയെ പറ്റിയോ അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റിനെ പറ്റിയോ പ്രത്യേകിച്ച് ഒന്നും അല്ലെങ്കിൽ അതെങ്ങനെ കിട്ടും അതിൻ്റെ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്, നമുക്ക് തിയററ്റിക്കൽ ഇക്വേഷൻസ് ഉണ്ട്. ബട്ട് വി ഡോണ്ട് ഹാവ് എ ക്ലിയർ പിക്ചർ അബൌട്ട് ദിസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ സെയിം കൈൻഡ് ഓഫ് ഇക്വേഷൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദർ ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് ഈസ് ദാറ്റ് ഇറ്റ്സ് ഇൻഎബിലിറ്റി ടു പ്രൊവൈഡ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് എനി ഡിസൈഡ് സിസ്റ്റം. ഓക്കെ, നമ്മളിതൊരു ജനറൽ സിസ്റ്റത്തിനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ പറ്റിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇക്വേഷൻ ആയിട്ടല്ല നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ടു മേക്ക് എ യൂസ് ഓഫ് എനി തെർമോഡൈനാമിക് ഇക്വേഷൻ ഇൻവോൾവിങ് പ്രഷർ വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് ഡോ പി ബൈ ഡോ വി അല്ലെങ്കിൽ ഡോ വി ബൈ ഡോ ടി അല്ലെങ്കിൽ ഡോ ടി ബൈ ഡോ പി. ഓക്കെ, അപ്പോൾ അത് അറിയണമെങ്കിൽ വൺ മസ്റ്റ് ഹാവ് എൻ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു മാക്രോസ്കോപ്പിക് പോയിൻ്റ് ഓഫ് വ്യൂവിലൂടെയുള്ള സ്റ്റഡി നമുക്കൊരു പെരിഫറൽ സ്റ്റഡി മാത്രമേ കൃത്യമായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസിനെ പറ്റി പഠിക്കാൻ നമ്മൾ എങ്ങോട്ടേക്ക് പോകണം? വി ഹാവ് ടു ഗോ ടു മൈക്രോസ്കോപ്പിക് പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ പോയിൻ്റ് ഓഫ് കൺസേൺ ഹിയർ. ഓക്കെ, വി ഹാവ് ടു സ്റ്റഡി ദ സിസ്റ്റം ഇൻ എ മൈക്രോസ്കോപ്പിക് പോയിൻ്റ് ഓഫ് വ്യൂ. ഞാൻ ആ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്, നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ തെർമോഡൈനാമിക്സിൽ നമുക്ക് രണ്ട് പോയിൻ്റ് ഓഫ് വ്യൂ ആണുള്ളത്. വൺ ഈസ് മാക്രോസ്കോപ്പിക് പോയിൻ്റ് ഓഫ് വ്യൂ ആൻഡ് അനദർ വൺ ഈസ് മൈക്രോസ്കോപ്പിക് പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും കാര്യങ്ങളാണ് മാക്രോസ്കോപ്പിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്. ഓക്കെ, ഇൻ ഓർഡർ ടു ഓവർകം ഓൾ ദീസ് തിങ്സ് വി വിൽ മൂവ് ടു ദ മൈക്രോസ്കോപ്പിക് പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ നമുക്ക് ഈ മൈക്രോസ്കോപ്പിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് നമുക്കതിനെ പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഈ ഒരു സിലബസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. വൺ ഈസ് ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, കൈനറ്റിക് തിയറി. അനദർ വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും both the kinetic theory of gas and statistical mechanics both are microscopic point of view-ലുള്ള തിയറീസാണ്. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്
ദിസ് ഈസ് ബേസിക്കലി എ മോഡൽ. ലൈക്ക് നമുക്കിപ്പോൾ ഒരു സൺ ആൻഡ് സറൗണ്ടിങ് നമുക്ക് ഇഷ്ടംപോലെയുള്ള ഗോളങ്ങളുള്ള ഒരു സിസ്റ്റം, അതിനെ നമ്മൾ പഠിക്കുകയെന്ന് വെച്ചാൽ അത് നമുക്ക് ശരിക്കും നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് നമുക്ക് അത് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യുന്നത്? വി ആർ ടേക്കിംഗ് എ മോഡൽ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു അറ്റോമിക് മോഡൽസ്, ബോർ അറ്റോമിക് മോഡൽ, എന്തുകൊണ്ടാണ് അത് അവിടെ നമ്മളൊരു മോഡൽ കൺസ്ട്രക്ട് ചെയ്തത്? ബിക്കോസ് അതിൽ നമുക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ഇറ്റ്. ആൻഡ് ദിസ് അറ്റോമിക് മോഡൽ, ബിക്കോസ് ഈ അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത് ഇതൊരു നാനോ സ്കെയിലാണ്, അല്ലെങ്കിൽ ആംസ്ട്രോങ് സൈസിലുള്ള ഒരു ചെറിയ സൈസിലുള്ള നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കണ്ട് പഠിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് മോഡലിൻ്റെ അകത്തേക്ക് പോയത്. നമ്മൾ നേരത്തെ പറഞ്ഞ ജിയോഡസിക് മോഡലിൻ്റെ അകത്താണെങ്കിൽ അതിൻ്റെ അകത്തുള്ള കാര്യം എന്ന് പറയുന്നത് അത് വളരെ ബിഗാണ്, നമ്മൾ നേക്കഡ് ആയിക്കൊണ്ട് അതും പഠിക്കാൻ പറ്റില്ല. സോ വി നീഡ് എ മോഡൽസ്. സോ ഹിയർ വി വിൽ ഗോ ഫോർ എ മോഡൽ ദാറ്റ് വി കോൾ ഇറ്റ് ആസ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു മോഡൽ പറയുമ്പോഴും ആ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബൈ മേക്കിംഗ് എ സർട്ടൺ പോസ്റ്റുലേറ്റ്സ്. നമുക്ക് അതിൻ്റെ അകത്ത് കുറേ പോസ്റ്റുലേറ്റ്സ് പറയും. ആ പോസ്റ്റുലേറ്റ്സിൻ്റെ ബേസിൽ നമ്മൾ അതിൻ്റെ തിയറിയെ ഡെവലപ്പ് ചെയ്ത് എടുക്കും. അതാണ് സാധാരണ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഫോർ കൺസിഡറിങ് എ മോഡൽ. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമ്മൾ മാക്രോസ്കോപ്പിക് പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള ഡ്രോബാക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിക് പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ നമ്മൾ തെർമോഡൈനാമിക്സ് സിസ്റ്റത്തെ പഠിക്കേണ്ട ആവശ്യകതയെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഐഡിയൽ ഗ്യാസിൻ്റെ കേസിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുക. അപ്പം അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കുന്നില്ല. വി ആർ ജസ്റ്റ് ബ്രീഫിങ് ഇറ്റ്. വി വിൽ ജസ്റ്റ് മേക്ക് എ ബ്രീഫ് ഓവർവ്യൂ ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇറ്റ് വാസ് ബൈ അവഗാഡ്രോ ആണ് ഇൻ 19th സെഞ്ചുറിയിൽ നമ്മളുടെ അവഗാഡ്രോ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് എ മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഒരു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് 7 പോസ്റ്റുലേറ്റ്സാണുള്ളത്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ 7 പോസ്റ്റുലേറ്റ്സാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എനി സ്മോൾ സാമ്പിൾ ഓഫ് ഗ്യാസ് consisting of enormous number of particles. I am just calling it as n number. Okay, it is an enormous number of particles ഉണ്ട്. നിങ്ങൾക്കൊരു ചെറിയൊരു സ്മോൾ സാമ്പിൾ ഉള്ളത്, ആ സ്മോൾ സാമ്പിളിൽ യു ഹാവ് എനോമസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഈ എനോമസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത, ദേ ആർ ഐഡൻറ്റിക്കൽ ആൻഡ് ഇനേർട്ട്. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിക്കിളിന് വേറൊരു പാർട്ടിക്കിളിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ദേ ആർ ഇനേർട്ട്, ദേ വോണ്ട് ഇൻട്രാക്ട് ഈച്ച് അതർ. പിന്നെ രണ്ടാമത്തെ കാര്യം, ദ ആറ്റം ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ആർ സപ്പോസ് ടു റിസംബിൾ സ്മോൾ ഹാർഡ് സ്ഫിയേഴ്സ് ദാറ്റ് ആർ ഇൻ പെർപെച്വൽ റാൻഡം മോഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്ന ആറ്റംസ് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ റിസംബിൾസ് സ്മോൾ ഹാർഡ് spheres. Okay, hard spheres, and they are in perpetual motion. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, the atoms of an ideal gas are assumed to exert no forces of attraction or repulsion on other atoms except when they collide with one another and with walls.
അപ്പോൾ നമുക്ക് പറയാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ ആറ്റംസ് എന്താണ് ഡിഡ് നോട്ട് അല്ലെങ്കിൽ ആറ്റംസ് ആർ അസ്യൂംഡ് ടു എക്സേർട്ട് നോ ഫോഴ്സസ്, did not exert any force of attraction or repulsion. Okay, and another thing, between collision therefore they move with uniform rectilinear മോഷൻ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഒന്ന്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ള ഒരു കൊളിഷൻ്റെയും വേറൊരു കൊളിഷൻ്റെ ഇടയിൽ ഇറ്റ് മേക്ക് എ റെക്റ്റിലീനിയർ മോഷൻ. ഓക്കെ, ഇനി നാലാമത്തെ കാര്യമാണ് നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ അകത്ത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ പോർഷൻ ഓഫ് എ വാൾ വിത്ത് വിച്ച് എൻ ആറ്റം കൊളൈഡ് ഈസ് കൺസിഡേർഡ് ടു ബി സ്മൂത്ത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഈ ആറ്റംസ് നമ്മളുടെ ഈ കണ്ടെയ്നറിൻ്റെ വാൾസിലേക്ക് വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ആ ഒരു വാൾസുമായിട്ട് ആറ്റംസ് ഉണ്ടാക്കുന്ന കൊളിഷൻ ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ പ്രാധാന്യം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആറ്റത്തിൻ്റെ വെലോസിറ്റി ഇഫ് W ആണ് നിങ്ങളതിൻ്റെ വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു W വെലോസിറ്റിയിൽ പോയിട്ട് പെർപെൻഡിക്കുലറായിട്ട് മേക്ക് ചെയ്യുന്നൊരു കൊളിഷൻ, പെർപെൻഡിക്കുലറായിട്ട് അവിടെ ഒരു കൊളിഷൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പം അതിൻ്റെ ആ കൊളിഷന് ശേഷം ഉണ്ടാകുന്ന അതിൻ്റെ വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് മൈനസ് ഓഫ് W പെർപെൻഡിക്കുലർ. നമുക്ക് പെർപെൻഡിക്കുലർ എന്ന് ഇവിടെ സൂചിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് W വെലോസിറ്റിയിലാണ് നിങ്ങളുടെ ആറ്റംസ് പോയിട്ട് നിങ്ങളുടെ വാൾസിൽ കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന് ആ കൊളിഷൻ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറും എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വെലോസിറ്റിയുടെ വാല്യൂവിന് ദർ ഇസ് നോ ചേഞ്ച്. ഓക്കെ, ഓർ യു ക്യാൻ സേ ദ ടോട്ടൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി നമുക്ക് എന്ത് പറയാം, ടോട്ടൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി മൈനസ് 2W പെർപെൻഡിക്കുലർ ആണ്. വെച്ചാൽ നമ്മൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് മൈനസ് W പെർപെൻഡിക്കുലർ ആണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, മൈനസ് W പെർപെൻഡിക്കുലർ. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് ദാറ്റ് വിൽ ബി മൈനസ് 2W പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഓക്കെ, ഇനി നമുക്ക് പോകേണ്ടത് ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് ആണ്. എന്താണ് ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്? ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് മറ്റു ഫോഴ്സുകളൊന്നുമില്ല. ഓർ യു ക്യാൻ സേ വെൻ ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫീൽഡ് ഓഫ് ഫോഴ്സസ് ദെൻ എന്താണ് അവിടുത്തെ പ്രാധാന്യം? ദ ആറ്റംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ത്രൂ ഔട്ട് ദ കണ്ടെയ്നർ. ഓർ ഇൻ അനദർ വേർഡ്സ് യു ക്യാൻ സേ ദ നമ്പർ ഡെൻസിറ്റി N/V ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് there is no external field of forces, so the particles are distributed uniformly and we will get a number density N/V is constant. അപ്പോൾ നമുക്ക് നമ്പർ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇഫ് യു ഹാവ് എൻ സ്മോൾ എലമെൻ്റ് ഓഫ് വോളിയം dV, നിങ്ങൾക്കൊരു dV വോളിയത്തിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എഴുതാം dN ഈസ് ഈക്വൽ ടു N/V dV. ഇനി നമുക്ക് ആറാമത്തെ പോസ്റ്റിലേക്ക് പോവാം. ഇതിൽ ആറാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ദർ ഈസ് നോ പ്രിഫേർഡ് ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ഓഫ് എനി ആറ്റം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ആറ്റംസ് അതിൻ്റെ വെലോസിറ്റിക്ക് ഒരു ദർ ഇസ് നോ പ്രിഫേർഡ് ഡയറക്ഷൻ, ഇറ്റ് മൂവ് ഇൻ എനി ഡയറക്ഷൻ, ഓർ യു ക്യാൻ സേ ഇറ്റ് ഇസ് എ റാൻഡം മോഷൻ ആയിരിക്കും. ഇറ്റ് മേ ബി ലൈക്ക് ദീസ് ഓർ ലൈക്ക് ദീസ് ഓർ ലൈക്ക് ദീസ്, ഇൻ എനി ഡയറക്ഷൻ ദീസ് ആറ്റംസ് ക്യാൻ മൂവ്. ഓക്കെ, അതാണ് നമ്മുടെ സിക്സ്ത് പോസ്റ്റുലേറ്റ്. നമ്മൾ ഈ ഒരു തിയറി ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പോസ്റ്റുലേറ്റ്സുകൾ നമ്മൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സെവൻത് പോസ്റ്റുലേറ്റിലേക്കാണ് പോവേണ്ടത്.
ഇനി നമ്മുടെ 7th പോസ്റ്റുലേറ്റ് പറയുന്നത്, നമ്മൾ പറഞ്ഞു നമുക്ക് മോണോറ്റോമിക് ഗ്യാസസ് ഉള്ളത് ഇറ്റ് ഈസ് ഇൻ എ കണ്ടെയ്നർ ആൻഡ് വാൾസ് ഓഫ് ദ കണ്ടെയ്നേഴ്സ് ആർ സ്മൂത്ത് ആൻഡ് കൊളിഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഓക്കെ, പിന്നെ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്പർ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു എലമെൻ്റൽ വോളിയത്തിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത കാര്യം പറഞ്ഞത് ഇതിന് റാൻഡം ആയിട്ടുള്ള മോഷനാണ്. ഇറ്റ് ഡസിൻ ക്യാരി എ സ്പെസിഫിക് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഏത് ഡയറക്ഷനിലേക്കും ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാം. ഇനി 7ാമത്തെ കാര്യം പറയുന്നത്, നമ്മൾ എടുക്കുന്ന കൺസിഡർ ചെയ്യുന്ന ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഇതിന് എല്ലാത്തിനും എന്തല്ല സെയിം വെലോസിറ്റി അല്ല, അല്ലെങ്കിൽ സെയിം സ്പീഡല്ല. ഓക്കെ, അപ്പം ഈ ഒരു സ്പീഡിനെ നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് പറയാം. ദാറ്റ് ഈസ് മാക്സ്വെൽസ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് it starts from 0 to a maximum value. Okay, and this distribution function it comes like this. നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് y ആക്സിസിലും പിന്നെ അതുപോലെ നമ്മുടെ സ്പീഡ് x ആക്സിസിലും വരച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സി ഇറ്റ് ഷോ എ മാക്സ്വെൽസ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ആദ്യം ഒരു ഗ്രാജുവലായിട്ടുള്ള ഗ്രോത്ത് വന്ന് പിന്നെ അത് പീക്കിലേക്ക് എത്തി, പിന്നെ ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഡ്രോപ്പ്. ഓക്കെ, ആ ഒരു ഡ്രോപ്പ് അത് 0യിലേക്ക് പോയിട്ട് മുട്ടില്ല. ഓക്കെ, ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ മാക്സിമം വെലോസിറ്റി, ദാറ്റ് ഈസ് W max. ഐ ആം ജസ്റ്റ് കോളിങ് ഇറ്റ് ആസ് W max. ഓക്കെ, അപ്പം അവിടെയാണ് നിങ്ങൾക്ക് ഈ മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ ഈ ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, the particles having this velocity W max have the what you call maximum number of atoms. Okay, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് not all the atoms have the same speed. There is a distribution of molecules speed from 0 to a maximum value, and this distribution is called the Maxwell's velocity distribution of molecules. ആൻഡ് ഇതിൽ പറയുന്നത് നമ്മൾ കുറേ പാർട്ടിക്കിൾസിന് ഏകദേശം 0യുടെ അടുത്ത് ആയിരിക്കും അതിൻ്റെ വെലോസിറ്റി അല്ലേ. ഇത് x ആക്സിസിൽ W ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് കുറേ പാർട്ടിക്കിൾസിന് 0ൻ്റെ അടുത്തായിരിക്കും. പിന്നെ ആ ഒരു വെലോസിറ്റി കൂടി അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കൂടി. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണിത്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് W max ആണ്. ഓക്കെ, അത് ശരിക്കും വെലോസിറ്റിയുടെ മാക്സിമം അല്ല, മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പൊസസ് ചെയ്യുന്ന വെലോസിറ്റിയാണ് W max. ഓക്കെ, പിന്നെ അതെന്താവാണ്, പെട്ടെന്നൊരു ഡ്രോപ്പ് വരികയാണ്, പിന്നെ അതിൻ്റെ വെലോസിറ്റി കൂടി വരികയാണ്, പക്ഷേങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കുറഞ്ഞ് വരികയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു മാക്സ്വെൽസ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇനി if you have DNW, if DNW represents. ഓക്കെ, അപ്പോൾ ഇത്രയും പോസ്റ്റുലേറ്റ്സാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് DNW represents the number of atoms with speed between W and W plus DW. ഓക്കെ, ഡബ്ല്യുവിൻ്റെയും W plus DWയുടെയും ഇടയിൽ യു ഹാവ് DNW നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ദെൻ ഈ DNW എന്ന് പറയുന്ന ഈ വാല്യൂ ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഇക്വിലിബ്രിയം. നമ്മൾ അസ്യൂം ചെയ്യാണ്, നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് DNW ഇസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും W plus DW എന്ന് പറയുന്ന ഒരു വാല്യൂവിൻ്റെ ഇടയിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു DNW എന്താണ്, റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അറ്റ് ഇക്വിലിബ്രിയം ഈവൺ ദോ ദ ആറ്റംസ് ആർ പെർപച്വലി കൊളൈഡിങ് ആൻഡ് ചേഞ്ചിങ് ദർ സ്പീഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്മളെ അസംഷൻ എന്ന് പറയുന്നത്, നമ്മുടെ അസംഷൻ ഈസ് നമുക്ക് W ആൻഡ് W plus DW എന്ന് പറയുന്ന ഒരു വെലോസിറ്റി റേഞ്ച് ഉണ്ട്. ഈ വെലോസിറ്റി റേഞ്ചിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഐ ആം കോളിംഗ് ഇറ്റ് ആസ് DNW, ആൻഡ് ദിസ് DNW റിമെയിൻസ് കോൺസ്റ്റൻറ്റ്
at equilibrium, even the atoms are in a perpetually colliding manner and they are changing their speed. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് DNW എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഒരു മൈക്രോസ്കോപ്പിക് പിക്ചർ എടുത്തു. ആ മൈക്രോസ്കോപ്പിക് പിക്ചറിലുള്ള ഒരു മോഡലാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ എന്തൊക്കെ ആണ് നമ്മളുടെ പോസ്റ്റുലേറ്റ്സ്, അത് 7 ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തു. 7 പോസ്റ്റുലേറ്റ്സ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത്, ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മളുടെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് കിട്ടണമല്ലോ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് വി വിൽ ഗോ ഫോർ ദ ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻ ഫോർ പ്രഷർ. ഓക്കെ, അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഡെറിവേഷൻ ഫോർ ദ ഇക്വേഷൻ ഓഫ് പ്രഷർ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഈ ഒരു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലുള്ള ആ ഒരു കണ്ടെയ്നറും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ പിക്ചറാണ് ശരിക്കും വരക്കേണ്ടത്. ഞാൻ തൽക്കാലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഇത് ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം, ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു വലിയൊരു സ്ഫിയറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇതിലാണ് നമ്മളുടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോളാർ ആംഗിൾ, പിന്നെ അതുപോലെ അസിമുത്തൽ ആംഗിൾ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ഒരു ചെറിയ ഈ ഒരു പാർട്ടിക്കിൾ W വെലോസിറ്റിയിൽ വന്ന് ഇവിടെ കൊളൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ W എന്ന് പറയുന്ന വെലോസിറ്റി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ കീപ്പ് ചെയ്യുക. നിങ്ങൾ നോട്ട് ഉണ്ടാക്കുമ്പം ഇതുപോലത്തെ ഒരു പിക്ചർ നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ചെറിയ ഒരു ക്വാഡ്രൻറ്റ് മാത്രം, ഈ ഒരു പോർഷൻസ് മാത്രം. ഇത് നമുക്ക് 4 ക്വാഡ്രൻറ്റ് ഉണ്ട്. നിങ്ങളൊരു ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പോർഷൻസ് മാത്രമാണ് ഞാനിനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ട്രക്ചറുള്ള ചെറിയൊരു പോർഷൻസ് മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്മോൾ പോർഷൻസ് അല്ലെങ്കിൽ 1/8 ഓഫ് ദ പോർഷൻ. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു വി ആർ കൺസിഡറിങ് എ ഗ്യാസ് ടേക്കൺ ഇൻ എ ക്യൂബിക്കൽ കണ്ടെയ്നറാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്യൂബിക്കൽ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു ഫേസ്. ഓക്കെ, ഇതിൻ്റെ ഈ ഭാഗത്തൊരു ഫേസ് ഉണ്ട്, ഈ ഭാഗത്തുണ്ട്, പിന്നെ ബോട്ടം, ആ രീതിയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പം എൻ്റെ നേരത്തെ കാണിച്ച ആ പാർട്ടിക്കിളിൻ്റെ W വെലോസിറ്റിയിൽ വരുന്ന പാർട്ടിക്കിൾ നേരെ വന്ന് ഇവിടെ കൊളൈഡ് ചെയ്യാണ്. ഇതാണ് നിങ്ങളുടെ കണ്ടെയ്നറിൻ്റെ വാൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അസ്യൂം ചെയ്യണം, ഇതാണ് കണ്ടെയ്നറിൻ്റെ അപ്പർ വാളാണ് ഈ കാണുന്ന ഈ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഞാനിവിടെ ചെറിയൊരു പോർഷൻ എടുക്കുകയാണ്. ഈ W വെലോസിറ്റിയിൽ പാർട്ടിക്കിൾ വരുന്ന ഈ ഭാഗത്തേക്ക് ഞാൻ ചെറിയൊരു സിലിണ്ടർ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തിട്ട് ഇതിൽ നിന്ന് വേണം ഞാൻ ഇതിൻ്റെ മുകളിൽ എത്രത്തോളം പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈ ഒരു ടോപ്പ് ആയിട്ടുള്ള ഈ വാളിൻ്റെ ഈ കണ്ടെയ്നറിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എത്ര ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ എൻ്റെ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ എ റാൻഡം മോഷൻ ഓർ ഇറ്റ് ഡസൻ ക്യാരി എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ ഞാനൊരു ആർബിട്രറി വെലോസിറ്റി വെക്ടറാണ് എടുക്കുന്നത് W. ഓക്കെ, അപ്പോൾ അതിനെ എനിക്ക് എന്താക്കാം, റിസോൾവ് ചെയ്തിട്ട് 2 രീതിയിലേക്ക്. ഒന്ന് ഈ വാളിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന W cos θ ആക്കാം, അതുപോലെ തന്നെ ഇതിന് പാരലായിട്ട് പോകുന്ന W sin θ, അങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം അല്ലേ, ഇഫ് ഇറ്റ് ഈസ് θ. പിന്നെ അതുപോലെ ഞാൻ എടുക്കുന്നത് ഇതിലുള്ള ഒരു ചെറിയൊരു എലമെൻ്റൽ ഏരിയ DE. ഓക്കെ, അപ്പോൾ ഈ DA എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയിനിൽ കിടക്കുന്ന ഒരു ഏരിയയാണ്, എലമെൻ്റൽ ഏരിയയാണ്. അതിനെ വേണമെങ്കിൽ എനിക്ക് DA പ്രൈം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ അതാകുമ്പോൾ വെലോസിറ്റി കമ്പോണൻറ്റ് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഒരു DA പ്രൈം എന്ന് പറയുന്ന ഒരു
ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ലെറ്റ് ആർ തീറ്റ ഫൈ ബി ദ പോയിൻറ്റ് വെൽ ഇൻസൈഡ് ദ കണ്ടെയ്നർ. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഒ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്നുള്ള നമ്മുടെ കമ്പോണൻസ് ആണ് നമ്മുടെ, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള കമ്പോണൻസ് ആണ് നമുക്ക് പറയാവുന്ന ആറും. ആർ ഇസ് ദ ലെങ്ത് ആൻഡ് തീറ്റ ഇസ് ദ പോളാർ ആംഗിൾ ആൻഡ് ഫൈ ഇസ് ദ അസിമത്തൽ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ഡി എ പ്രൈമിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? ആർ ഡി തീറ്റ ഇൻറ്റു ആർ സൈൻ തീറ്റ ഡി തീറ്റ. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഞാൻ നേരത്തെ വരച്ചത് ഒന്നുകൂടി മാറ്റി വരച്ചതാണ്. ഇതിൽ തീറ്റ എന്ന് പറയുന്ന പോളാർ ആംഗിളുണ്ട്, ഫൈ എന്ന് പറയുന്ന അസിമത്തൽ ആംഗിളുണ്ട്. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ഡി എ പ്രൈം എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ ഡി എ പ്രൈമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് എന്നുള്ള രീതിയിലാണ് വരിക അല്ലേ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ വിഡ്ത്ത് ഇത് എത്ര വരും? ഇവിടെ ഡി തീറ്റ ആംഗിളും ആറ് റേഡിയസ് ആണെങ്കിൽ ദിസ് ഈസ് ആർ, ഈ സൈഡ് എന്ന് പറയുന്നത് ആർ ഡി തീറ്റയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു സൈഡ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ സൈഡാണ്. ഈ സൈഡ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ലെങ്ത്താണ്. ഈ ലെങ്ത്ത് എത്ര കിട്ടും? ഈ ലെങ്ത് ഈസ്, ഇത് തീറ്റ ആണെങ്കിൽ ഇത് എത്ര വരും? ഇതിങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആർ സൈൻ തീറ്റ വരും അല്ലേ? ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ആർ സൈൻ തീറ്റയാണ്. പിന്നെ ഈ ഒരു ഡിഫറൻസ് ഇത് എത്ര വരും? ഇത് ഡി ഫൈ എന്ന് പറയുന്ന ആംഗിളാണ് അല്ലേ? ഈ ഒരു ഡി ഫൈ എന്ന് പറയുന്ന ആംഗിളും പിന്നെ ഇതും കൂടിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആർ സൈൻ തീറ്റ ഇൻറ്റു ഡി ഫൈ. ഓക്കെ, ഓർ നിങ്ങൾക്കത് ടോട്ടലായിട്ട് എഴുതാം. ഡി എ പ്രൈം ഇസ് ഈക്വൽ ടു ആർ ഡി തീറ്റ ആർ സൈൻ തീറ്റ ഡി ഫൈ അല്ലേ? ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ഒരു ഏരിയ ഇവിടെ ഉണ്ടാക്കുന്ന ടോട്ടൽ വോളിയമാണ് നമ്മൾ പറയുന്ന സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സോളിഡ് ആംഗിൾ നമുക്ക് പറയാം, ആ എലമെൻ്റൽ സോളിഡ് ആംഗിൾ ഡി ഒമേഗ ഇസ് ഈക്വൽ, നമുക്ക് ഏരിയ അറിയാമെങ്കിൽ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ആർ സ്ക്വയർ. എന്തിൻ്റെയും സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് അതിനെ ആർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു സ്ഫിയർ എടുക്കുകയാണ്, കംപ്ലീറ്റ് സ്ഫിയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പോൾ അതിനെ ആർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോളിഡ് ആംഗിൾ കിട്ടും. അപ്പം 4π ആണ് കംപ്ലീറ്റ് സോളിഡിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഫിയറിൻ്റെ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു എലമെൻ്റൽ ഏരിയേണ്ടത് ഡി എ പ്രൈം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്ത് കിട്ടും? സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഇനി നമുക്കിതിൽ വേണ്ടത് ദ ഫ്രാക്ഷൻ ഓഫ് ആറ്റംസ് വിത്ത് വെലോസിറ്റി വെക്ടേഴ്സ് ഇൻ ദ നൈബർഹുഡ് ഓഫ് ഡബ്ല്യു വിൽ ഹാവ് സ്പീഡ് ബിറ്റ്വീൻ ഡബ്ല്യു ആൻഡ് ഡബ്ല്യു പ്ലസ് ടി ഡബ്ല്യു. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്തിരുന്നു, നമുക്ക് ഡബ്ല്യുവിൻ്റെയും ഡബ്ല്യു പ്ലസ് ഡി ഡബ്ല്യുവിൻ്റെ ഇടയിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് അല്ലേ? ഓക്കെ, അത് നമുക്കറിയാം. ഇറ്റ് ഈസ് ഡി എൻ ഡബ്ല്യു ആണ്. ഡി എൻ ഡബ്ല്യു ആണ് നമ്പർ ഓഫ് ആറ്റംസ് വിത്ത് വെലോസിറ്റി റേഞ്ചിങ് ഫ്രം ഡബ്ല്യു ആൻഡ് ഡബ്ല്യു പ്ലസ് ഡി ഡബ്ല്യു. ഓക്കെ, ഇനി ഇതിൽ ഇത്രയും നമ്പർ വിത്തിൻ ദ സോളിഡ് ആംഗിൾ ആണെങ്കിൽ, ഓക്കെ, അതിൻ്റെ സോളിഡ് ആംഗിൾ ഡി ഒമേഗയിൽ ഈ പറയുന്ന ഈ ഒരു സോളിഡ് ആംഗിൾ ഡി ഡബ്ല്യു വെലോസിറ്റിയിൽ ഉണ്ടാക്കുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസാണ് നമുക്ക് വേണ്ടത്. അതിനെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഡബ്ല്യുവിൻ്റെയും ഡബ്ല്യു പ്ലസ് ഡി ഡബ്ല്യുവിൻ്റെയും ഇടയിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറിയാം. അതിനെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അതിൻ്റെ ടോട്ടൽ ഫ്രാക്ഷൻ എടുക്കുക. എത്ര ഫ്രാക്ഷൻ ഓഫ് സോളിഡ് ആംഗിളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ സ്ഫിയറിൻ്റെ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് 4π ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സ്മോൾ എലമെൻ്റിൽ ഏരിയ ഉണ്ടായിരിക്കുന്ന സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഡി ഒമേഗയാണ്. അപ്പം എത്രയാണ് ആ ഫ്രാക്ഷൻ വരിക? ഫ്രാക്ഷൻ ഓഫ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഡി ഒമേഗ ബൈ 4π ആണ് വരിക. ഇനി ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് സോളിഡ് ആംഗിളിൽ
ഡബ്ല്യു എന്ന് പറയുന്ന വെലോസിറ്റീൻ്റെയും ഡബ്ല്യു പ്ലസ് ഡി ഡബ്ല്യുവിൻ്റെ ഇടയിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡി എൻ ഡബ്ല്യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് ആറ്റംസ് വിത്തിൻ ദ സ്പീഡ് റേഞ്ച് ഡി ഡബ്ല്യു, ഞാൻ ഡബ്ല്യുവിൻ്റെയും ഡബ്ല്യു പ്ലസ് ഡി ഡബ്ല്യുവിൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്പീഡ് റേഞ്ചിനെ ഡി ഡബ്ല്യു എന്ന് പറയുകയാണ്. അപ്പോൾ ഡി ഡബ്ല്യു സ്പീഡ് റേഞ്ചും പിന്നെ അതുപോലെ ആംഗിൾ എന്താണ് പറയുന്നത്? തീറ്റ ആൻഡ് തീറ്റ പ്ലസ് ഡി തീറ്റ അല്ലെങ്കിൽ ഡി തീറ്റ ആംഗിൾ റേഞ്ച്, പിന്നെ അതുപോലെ ഫൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് 5 പ്ലസ് ഡി 5 ആണ്, അല്ലെങ്കിൽ ഡി 5 എന്ന് പറയുന്നത് ഈ ഒരു സ്മോൾ ഏരിയയിലാണ്. അപ്പോൾ അത് നമുക്ക് മൊത്തത്തിൽ എടുക്കാം. ഡി ക്യൂബ് ആൻഡ് ഡബ്ല്യു തീറ്റ 5 ഈസ് ഈക്വൽ ടു ഡി എൻ ഡബ്ല്യു ഡി ഒമേഗ ബൈ 4π. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് നമുക്ക് ഡി എൻ, ഇഫ് ഡി എൻ ഡബ്ല്യു ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് വിത്ത് സ്പീഡ് റേഞ്ച് ഡബ്ല്യു ആൻഡ് ഡബ്ല്യു പ്ലസ് ഡി ഡബ്ല്യു, then the fraction of these atoms whose directions lie within the solid angle d omega, okay, is നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? that is d omega by 4π ആണ്. and if you multiply with d and w, then what you are getting? then the number of atoms within the speed range w and w plus dw, അല്ലെങ്കിൽ dw സ്പീഡ് റേഞ്ചിലുള്ള, ആൻഡ് ആംഗിൾ എന്താണ്? തീറ്റ റേഞ്ച് ഓഫ് ഡി തീറ്റ ആൻഡ് ഫൈ റേഞ്ച് ഓഫ് ഡി ഫൈ. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഡി ക്യൂബ് ആൻഡ് ഡബ്ല്യു തീറ്റ ഫൈ ഈസ് ഈക്വൽ ടു ഡി എൻ ഡബ്ല്യു ഇൻറ്റു 4 ഒമേഗ ബൈ ഡി ഒമേഗ ബൈ 4π. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കണ്ടെയ്നർ വാളിൻ്റെ ടോപ്പ് ഫേസാണിത്. ഓക്കെ, അപ്പോൾ അതിൽ ഡി എ എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മളിവിടെ പറഞ്ഞു. പിന്നെ ഡി എ പ്രൈം, ഇതിനെ ആ ഒരു വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ കമ്പോണൻറ്റ് നമ്മൾ പറഞ്ഞു, അതായിരുന്നു നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ച ഡി എ പ്രൈം. അത് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി 5 ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ സോളിഡ് ആംഗിൾ ഒമേഗ കണ്ടുപിടിച്ചു. പിന്നെ അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദിസ് ഫ്രാക്ഷൻ ഓഫ് സോളിഡ് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത്, now considering this group of atoms approaching a small area DA, ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ വാളിൻ്റെ എന്തിലേക്കാണ്? നമ്മുടെ വാളിലേക്കാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, വാൾ ഓഫ് ദ കണ്ടെയ്നറിലേക്ക്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയെ നമുക്ക് എന്താക്കി മാറ്റണം? ഏരിയ എന്തിൻ്റെ അകത്ത്? ഡി എ പ്രൈമാണ് നമുക്ക് നേരത്തെ അറിയാവുന്നത്. അപ്പോൾ ഡി എ പ്രൈമിൻ്റെ ടേംസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അതിനെ എന്താക്കി മാറ്റേണ്ടി വരും? അതിൻ്റെ കോസ് തീറ്റ കമ്പോണൻറ്റിൽ വരിക. ഇവിടെ തീറ്റയാണെങ്കിൽ ഇതും തീറ്റ തന്നെ വരും. അപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്, വോളിയം ഓഫ് ദ സിലിണ്ടർ, ഈ ഒരു സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഡി വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡി ടി. ഡബ്ല്യു ഡി ടി എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത്ത് അല്ലേ? നമ്മളൊരു ഡി ടി ടൈമിൽ ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മളൊരു ഷോർട്ട് ടൈം ഡി ടി എന്ന് പറയുന്നൊരു ടൈമിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഡബ്ല്യു വെലോസിറ്റിയിൽ പുറപ്പെട്ടു, ഇവിടെ എത്ര വന്ന് കൊളൈഡ് ചെയ്തു, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡി ടി എന്ന് പറയുന്ന ഒരു ടൈമിലുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിൻ്റെ ലെങ്ത്ത്, ഇനി ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഡി എ പ്രൈമാണ്, അതാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ. അതിനെ നമുക്ക് എന്തിലേക്ക് ടേംസിലേക്ക് എഴുതണം? ഇൻ ടേംസ് ഓഫ് ഡി എ എഴുതണം. അപ്പോൾ ഡി എ പ്രൈം ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പം ഞാൻ ഡി എ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ വെലോസിറ്റി. ഓർ യു ക്യാൻ അഗെയിൻ ഇഫ് യു വാണ്ട് യു ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് ഡബ്ല്യു ഡി ടി കോസ് തീറ്റ ഇൻറ്റു ഡി എ. ഇതാണ് ഡി വി അല്ലേ? ഇനി ക്യാപിറ്റൽ വി ആണ് നമ്മൾ കണ്ടെയ്നറിൻ്റെ ടോട്ടൽ വോളിയം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു കണ്ടെയ്നർ, ഈ ഒരു സ്മോൾ സിലിണ്ടറിൻ്റെ അകത്ത് ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡി വി ബൈ വി എന്ന് പറയുന്ന സ്മോൾ ഫ്രാക്ഷൻ ഓഫ്
അല്ലെങ്കിൽ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് വോളിയത്തിലുള്ള ആറ്റംസ് മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പറയാം ഈ വി ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ കണ്ടെയ്നർ, ദെൻ ഓൺലി ദ ഫ്രാക്ഷൻ ഡി വി ബൈ വി ഓഫ് ദ ആറ്റംസ് വിൽ ബി കണ്ടെയ്ൻഡ് വിത്തിൻ ദ സെൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡി വി ബൈ വി എന്ന് പറയുന്ന ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് മാത്രമേ ഈ ഒരു സിലിണ്ടറിൽ ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ therefore the number of atoms എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഇതിൻ്റെ അകത്ത്? സ്പീഡ് റേഞ്ച് വിത്ത് സ്പീഡ് റേഞ്ച് ഡി ഡബ്ല്യു, പിന്നെ അതുപോലെ തന്നെ തീറ്റ റേഞ്ച് എന്താ പറയേണ്ടത്? തീറ്റ റേഞ്ച് ഡി തീറ്റ, പിന്നെ അതുപോലെ ഫൈ റേഞ്ച് ഡി ഫൈ. ഓക്കെ, അപ്പോൾ ഇത്രയും സംഗതിയിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ആറ്റംസ് സ്ട്രൈക്കിംഗ് ഡി എ ഇൻ ടൈം ഡി ടി. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇതിൻ്റെ കൂടെ ഡി ക്യൂബ് ആൻഡ് ഡബ്ല്യു തീറ്റ ഫൈ, ഓക്കെ, മൾട്ടിപ്ലൈഡ് വിത്ത് ഡി വി ബൈ വി. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്പർ ഓഫ് ആറ്റംസ് സ്ട്രൈക്കിംഗ് ഡി എ ഇൻ ടൈം ഡി ടി, ഓക്കെ, വിത്ത് റേഞ്ച് സ്പീഡ് റേഞ്ച് ഡി ഡബ്ല്യു, തീറ്റ റേഞ്ച് ഡി തീറ്റ, ഫൈ റേഞ്ച് ഡി ഫൈ. എന്ന് വെച്ചാൽ ഈ ഒരു ഡബ്ല്യുവിൻ്റെയും ഡി ഡബ്ല്യുവിൻ്റെ ഇടയിൽ സ്പീഡുള്ളതും അതുപോലെ തീറ്റയുടെയും ഡി തീറ്റയുടെയും ഇടയിൽ പോളാർ ആംഗിളിലും പിന്നെ ഫൈയുടെയും ഡി ഫൈയുടെ ഇടയിൽ അസിമുത്തൽ ആംഗിളിലുള്ള ഈ ഒരു സ്മോൾ സിലിണ്ടറിൽ കൂടെ വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു വാളിൻ്റെ കണ്ടെയ്നറിൻ്റെ വാളിലുള്ള ഈ സ്മോൾ എലമെൻ്റൽ ഏരിയ ഡി എയിൽ സ്ട്രൈക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ തിങ്. ഓക്കെ, ഇനി നമുക്ക് പോകേണ്ടത്, നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വി ആർ എയിമിങ് ഫോർ ദ എക്സ്പ്രഷൻ ഫോർ പ്രഷറാണ്. അപ്പോൾ അതിൽ നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത് ചേഞ്ച് ഓഫ് മൊമെൻറ്റം പെർ കൊളിഷൻ. ഈ പാർട്ടിക്കിൾസൊക്കെ പോയി ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പോയിട്ട് അവിടെ കൊളൈഡ് ചെയ്തു. ഇനി അതിൻ്റെ ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ് വേണ്ടത് അല്ലേ. ചേഞ്ച് ഓഫ് മൊമെൻ്റ് എങ്ങനെ കിട്ടും? നമുക്ക് നേരത്തെ കിട്ടിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മളിവിടെ പറഞ്ഞിരുന്നു -2w(r) ആണ് അല്ലേ. നമ്മളുടെ വാൾസ് എല്ലാം സ്മൂത്ത് ആണ്, അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉണ്ടാകുന്ന കൊളിഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് ദ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് -2w(r) ആണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഡബ്ല്യു പെർപെൻഡിക്കുലർ എന്നുള്ളത് ടേം ഒഴിവാക്കുക, നമ്മളെല്ലാം പെർപെൻഡിക്കുലർ കൊളിഷനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് -2w എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ത് വരും? ചേഞ്ച് ഇൻ മൊമെൻറ്റം, നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി അറിയുകയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ ഈസിയാണ്. വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ദ മാസ് അല്ലേ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ലീക്ക് ആംഗിളിലുള്ള കൊളിഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ വരുന്ന പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി നമ്മൾ നേരത്തെ ഡിറ്റർമൈൻ ചെയ്തിരുന്നു. പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇത് ഡബ്ല്യു ആണ് നിങ്ങളുടെ ആംഗിൾ വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു കോസ് തീറ്റ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം നമുക്ക് പറയാം -2mw കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു വാളിൽ വന്ന് പെർപെൻഡിക്കുലറായിട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രമാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു സ്ട്രൈക്കിങ് നമുക്കവിടെ സ്ട്രൈക്കിങ് ശരിക്കും വരുന്നില്ല, അതങ്ങനെ സ്ലിപ്പായി പോവാണ്, അവിടെ നമുക്ക് പ്രത്യേകിച്ചൊരു മാറ്റമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകുന്നത് ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കൊളിഷനാണ്. അപ്പോൾ അത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരു ഒബ്ലിക് ആംഗിളിൽ വന്നാൽ നമുക്ക് ഈ ഒരു കമ്പോണൻറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഞാനിവിടെ -2mw കോസ് തീറ്റ എന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഞാനിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ചേഞ്ച് ഓഫ് മൊമെൻറ്റം പെർ കൊളിഷനാണ്. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിലാക്കി മാറ്റാം, അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് വല്ലാതെ കൂടും. ഓക്കെ,
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അത് വരും. ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുക.